ഇത്തരമൊരു നല്ല ഒരു സംരംഭത്തിന് വേണ്ടി മുന്നോട്ട് വന്ന CSSന്റെ പ്രവർത്തകന്മാരും എന്റെ വീട്ടിലേക്ക് വന്ന് കോളിംഗ് ബെല്ല് അമർത്തി എന്നെ വിളിച്ച് പത്രം എന്റെ കയ്യിൽ തരണമെന്നുള്ളൊരു നിർദ്ദേശം വെച്ചപ്പോൾ ഈ പയ്യൻ പറഞ്ഞു, അമ്മാവ അത് എനിക്ക് പ്രയാസമാകും, നിങ്ങൾക്കും പ്രയാസം, രണ്ടു കൂട്ടർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ നിനക്ക് ഓരോ മാസവും 500 രൂപ തരാം, നീ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, പത്രവുമായി വന്ന് കോളിംഗ് ബെല്ല് ഒന്ന് അമർത്താൻ, ഞാൻ കടന്നു വരും, പത്രം എന്റെ കയ്യിൽ തരാം. അപ്പൊ ഈ പയ്യനിൽ നിന്ന് അത്ഭുതം, എന്താണ് അമ്മാവൻ ഇങ്ങനെ സംസാരിക്കുന്നത്? ഓക്കെ എന്ന് പറഞ്ഞ് പൈസ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പയ്യൻ അതിന് സമ്മതിക്കുകയും പുറത്തിറങ്ങിയപ്പോൾ ഇയാൾ തിരിച്ചു വിളിച്ചു, എനിക്കൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്, നീ ഇങ്ങനെ ബെല്ലടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ദിവസം ഞാൻ വാതില് തുറക്കാൻ അവരെ പാർശ്വവൽക്കരിച്ച് അരികിലേക്ക് മാറ്റി നിർത്തുന്ന ഒരു പ്രവണത കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായിട്ട് നമ്മൾ ഉണർന്നു വരണം, അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവര് ഒഴുക്കിയ വിയർപ്പ്, അവർ നടത്തിയ കഷ്ടപ്പാടുകളാണ് ഇന്നത്തെ ഇന്ന് പഴയ തലമുറയും പുതിയ തലമുറയും അത്ര ബന്ധം കുറയില്ല. കാരണം വെച്ചാൽ പഴയ ആളുകൾ പുതിയ ആളുകളോട് സംസാരിക്കാൻ സമയമില്ല. പഴയ ആളുകൾ നിന്നാൽ പോലും പഴയ ആളുകൾക്ക് ആദ്യം അതിന് കൂട്ടിക്കാനില്ല. അപ്പൊ ഇതുപോലെ ക്ലബ്ബ് ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്ന കൂടുതൽ ബന്ധങ്ങൾ ഉദ്യോഗസ്ഥിക്കാനും കൂടുതൽ ആളുകളെ സംഘടിപ്പിക്കാനും അതുപോലെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്നതിന് പത്രം വായിക്കും, പിന്നെ നിയമക്കാരുടെ വീട്ടിൽ ചവിട്ടി വായിക്കും, പിന്നെ വലിയ തെരഞ്ഞെടുപ്പ് പോകുന്നുണ്ടെങ്കിൽ നാല് വീട്ടിൽ വായിക്കും. അപ്പോൾ വായന എന്ന് പറഞ്ഞാൽ വായിക്കണം കുട്ടികൾക്ക് സഭയിലൊക്കെ എല്ലാവരും പോകേണ്ടൊരു കാലമാണ്. അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും വായിക്കാനും പ്രയത്നത്തിനാണ് പറയാനുള്ളത്. നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഇത്രയാണ് പറയാനുള്ളത്. മനസ്സിലാവില്ല. അതുപോലെ ലൈബ്രറിയും സംയുക്തമായി നടത്തുന്ന നമ്മുടെ വയോജന ദിനത്തോടനുബന്ധിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ആദ്യമായി ഞാൻ ആശംസകൾ അർപ്പിക്കാം. നമുക്കറിയാം, CSS ലൈബ്രറി ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ലൈബ്രറിയാണ്. അതിൻ്റെ കൂടെ ശിശുദിനം, അതുപോലെ യുവജന ദിനം, അങ്ങനത്തെ ഇത് ആചരിക്കുന്നതിൻ്റെ കൂടെ വയോജനങ്ങൾക്ക് കൂടി ഇങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ അവരെ നമ്മൾ പരിഗണിക്കേണ്ടവരാണ് എന്നുള്ളൊരു ബോധം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. നമുക്കറിയാം, നമ്മുടെ പ്രായമായവരാണ് നമ്മുടെ വഴികാട്ടികളും നമ്മെ വഴി നടത്തിയവരും അവരാണ്. അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈബ്രറിയിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കുറേ പരിപാടികൾ വന്നിട്ടുണ്ട്. സായംപ്രഭ കെയർ ഹോം, പകൽ വീട് എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഈ ഇതുപോലെ ഭക്ഷണങ്ങള് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ പദ്ധതികൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ പഞ്ചായത്തിലുള്ള അവകാശങ്ങൾ, നമുക്ക് നൽകുന്ന അവകാശങ്ങൾ, അത് നമ്മൾ നേടിയെടുക്കാനും അത് നമ്മുടെ ലൈബ്രറി പോലെയുള്ള സംഘടനകളിൽ കൂടെ കൊണ്ടുവരാവുന്നതൊക്കെയാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്കും നമ്മുടെ ഈ പ്രായത്തിലുള്ള ആളുകളായാലും ഏത് പ്രായത്തിലുള്ള ആയാലും നമുക്കും ഈ ഒരു പ്രായം വന്നു കഴിയുന്ന സമയങ്ങളിൽ നമുക്കും ഇതുപോലുള്ള പ്രയാസങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ഇന്ന് അവർക്ക് മാതൃകയായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത് നമ്മെ ബാധിക്കും. വളരെയധികം സന്തോഷമുണ്ട് നമ്മളെ ഈ ഒരു പരിപാടിക്ക് ഇത്രയധികം ആളുകളെ ഒരുമിച്ച് കൂടിയത്. തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ്. ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, നിങ്ങളുടെ എല്ലാ വഴികാട്ടിയും നിർദ്ദേശങ്ങളും എന്നും ഞങ്ങൾക്ക് CSSന് വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷന്റെ അനുമതിയോടുകൂടി തിരിച്ചുവിട്ടതായി അറിയിക്കുന്നു.